പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു പ്രത്യാശയോടെ ദൈവത്തിന്റെ വചനം നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 28 അധ്യായം അതിന്റെ 10 വാക്യം. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. ഒരു വലിയ വാഗ്ദത്തം പോലെ ദൈവത്തിന്റെ വചനം നമ്മളെ ഉത്സാഹിപ്പിക്കുകയാണ്. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കാണും. കർത്താവിന്റെ ശബ്ദം കേട്ട ദൈവശബ്ദത്തിനൊത്തവണ്ണം ദൈവിക പ്രവർത്തിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് സകല ജാതികളും അത് കണ്ട് നിന്നെ ഭയപ്പെടും. ഒരു സൈന്യം നിന്റെ നേരെ ഇറങ്ങിയാലും ഒരനർത്ഥവും നിനക്ക് സംഭവിക്കില്ല. അവർ ഒരു വഴിയായി കയറി വരും, 7 വഴിയായി ചിതറിയോടും. ദൈവം യാഹ് എന്ന നാമമുള്ളവൻ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ, തന്റെ ജനത്തിനു വേണ്ടി എഴുന്നേൽക്കുമ്പോൾ, തന്നാൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ജനത്തിനു വേണ്ടി അവൻ എഴുന്നേൽക്കുമ്പോൾ, നീ എവിടെ ചെന്നാലും നിന്നെ കാണുന്നവർ ഭയപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ജീവിതത്തിൽ ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ തയ്യാറാകട്ടെ. പ്രതിസന്ധികളെ നോക്കാനല്ല, പറ, എന്റെ ദൈവത്തിന്റെ നാമം, ആ യാഹ് എന്ന നാമം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമം എന്റെ മേൽ ഉള്ളതുകൊണ്ട് ഈ ഭൂമിയിലുള്ള ഒരു ശക്തിക്കും എന്നെ തൊടുവാൻ കഴിയുകയില്ല. നീ പ്രതികരിക്കാൻ പോകണ്ട, നീ പകരം ചോദിക്കാൻ പോകണ്ട. എന്നാൽ ഈ നാമം നിന്റെ മേൽ ഇരിക്കുമ്പോൾ ആ നാമത്തിന്റെ വിലയെ മനസ്സിലാക്കി അതിനൊത്തവണ്ണം ദൈവത്തോട് ചേർന്നിരുന്നുകൊള്ളുക. ദൈവം എഴുന്നേൽക്കും, ശത്രുക്കൾ ചിതറും. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറാം. സർവശക്തനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.